നിലവിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ 22 വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ വണ്ടി മറിഞ്ഞതാ, ഇടിക്കേണ്ട വയല് അവിടെ നിലമേ ഭാഗം എവിടെയുണ്ട്. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചേർന്നത്. കണ്ണൻ, അപകട സ്ഥലത്തെ ദൃശ്യം, ഒപ്പം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ചെറിയ കുട്ടികളാണ്, അവരുടെ പരിക്ക് എങ്ങനെയാണ്? രണ്ട് കുട്ടികളുടെ പരിക്ക് സാരമുള്ളതാണ്. ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ പരിക്ക് നിസ്സാരമാണെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ അവധിയായിരുന്നു. പാപ്പാല വിദ്യാജ്യോതി UP സ്കൂളിലെ കുട്ടികളാണ്. അതിൽ കുറച്ച് കുട്ടികൾ ഈ പ്രദേശത്ത് നിലമേൽ വേക്കൽ ഭാഗത്തൊക്കെ ഉണ്ട്. ആ കുട്ടികളെ ഇറക്കിയ ശേഷം തിരിച്ച് കിളിമാനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ബസ്. ആ സമയത്ത് ഒരു കയറ്റം കയറി വരികയായിരുന്നു സ്കൂൾ ബസ്. തൊട്ട് ഒരു കയറ്റം ഒരു ബസ്, ഒരു വാഹനം കൂടി സൈഡിലേക്ക് വരുന്നുണ്ടായിരുന്നു, മറുവശത്തോട് വരുന്നുണ്ടായിരുന്നു. ആ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ സമീപത്തെ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഈ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് പുറകോട്ട് പോയി ഇടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 20 അടി താഴ്ചയിലേക്കാണ് ഈ ബസ് താഴേക്ക് ഉരുണ്ട് നീങ്ങിയത്. ഒരു മരത്തിൽ ഇടിച്ചു നിന്നതുകൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഭയന്ന് അവർ കരയുകയും അവരുടെ ദേഹത്ത് ഒക്കെ തന്നെ ചെറിയ രീതിയിൽ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ നാട്ടുകാർ, പോലീസും ഒക്കെ തന്നെ ഇടപെട്ടും കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് മാറ്റുകയായിരുന്നു. അവർ രണ്ട് കുട്ടികളുടെ പരിക്ക് അല്പം സാരമുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അവരെ മറ്റേതെങ്കിലും ആശുപത്രിയിൽ മാറ്റേണ്ടതുണ്ടോ, അതോ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകി വിട്ടയക്കാൻ കഴിയുന്ന അവസ്ഥയാണോ? രതീഷ്, രണ്ട് കുട്ടികളുടെ പരിക്ക് സാരമുള്ളതാണ്, കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ റെഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ബാക്കിയുള്ള കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചടയമംഗലം പോലീസ് അടക്കം സിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. നിലവിൽ സ്ഥിതി ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ശരി. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ 22 വിദ്യാർത്ഥികളായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട ബസ്സിൽ ഉണ്ടായിരുന്നത്.